അനന്തര അനുഗ്രഹ പ്രാർത്ഥന. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ പിള്ളേരെല്ലാം വിളിച്ചു വരുത്തി എന്ന് ഓർക്കുന്നു. അപ്പനാണോ അമ്മയാണോ ആരാണ് എല്ലാവരും കൂടിയാണോ പ്രാർത്ഥന കൂടുന്നതെങ്കിൽ അത്രയും നല്ലത്. പിള്ളേർ അനുവദിക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ, അതായത് ചില കുഞ്ഞുങ്ങൾ ഡിസ്റ്റർബായിട്ട് തോന്നുന്നില്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ കൈ അവരുടെ തലയിൽ വെക്കണം, അല്ലെങ്കിൽ അപ്പൻ്റെ കൈ അവരുടെ തലയിൽ വെക്കണം. കാര്യം നിങ്ങളെ ദൈവം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെയല്ലേ കുഞ്ഞിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു ആധ്യാത്മിക അധികാരമുണ്ട്. ഇപ്പം സഭയിൽ ഞങ്ങളെ ആശീർവദിക്കുമ്പോൾ നിങ്ങളുടെ കൈ കുഞ്ഞിൻ്റെ തലയിലുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത് വലിയൊരു അനുഭവമായിരിക്കും. അപ്പം നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യണം. ഞാൻ ആശീർവദിക്കുമ്പോൾ ഈശോ തന്നെയാണ്, കുഞ്ഞിനെ ഈശോ തന്നെയാണ് ഇപ്പം ആശീർവദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ ഈശോ ഒരു ഉപകരണം, ആശീർവാദത്തിൻ്റെ ഉപകരണമാക്കുകയാണ്. കർത്താവ്, ഞാൻ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന മക്കൾ ഇപ്പോൾ 2 പരീക്ഷ എഴുതി കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവും. ഒരു കുഴപ്പമില്ല, എഴുതിപ്പോയത് എഴുതി. പീരാത്തസ് പറഞ്ഞ പോലെ what I have written is written forever. അത് എഴുതിയിട്ടുണ്ട്. ബാക്കി നമ്മുടെ കയ്യിൽ നിന്ന് അത് വീഴും. അത് കർത്താവാണ് നോക്കേണ്ടത്. ഇനി നമ്മളുടെ കഴിഞ്ഞു പോയ ഈ തൂയിപ്പോയ പാലിനെ കുറിച്ച് പദം പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞില്ല. അതുപോലെ അതൊന്നും ഓർക്കണ്ടേ. ഇനി പുതിയ കാര്യങ്ങൾ, ബാക്കി അത് ദൈവത്തിൻ്റെ ടേബിളിലേക്ക് നമ്മൾ മാറ്റുകയാണ്. ഞാൻ ഇങ്ങനെ തട്ടി മുട്ടിയൊക്കെ നിൽക്കേണ്ട കാര്യം, കുഞ്ഞുങ്ങളാരെങ്കിലും എഴുന്നേറ്റ് വരണമെന്നുണ്ടെങ്കിൽ വന്നോട്ടെ എന്നുള്ളവർക്ക് സമയം കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഹാപ്പി ആയിരിക്കുക. എല്ലാ കുഞ്ഞുങ്ങളെയും വിളിച്ച് വരുത്തുക. അവിടെ ശിരസിലൊക്കെ അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ 2 പേരും തന്നെ 2 കൈയില്ലേ, 4 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന 4 കൈ നിങ്ങൾക്ക് ഉണ്ടല്ലോ, 2 പേർക്കും അപ്പനും അമ്മയ്ക്കും കൊണ്ട്. അപ്പം അത് ആരാണുള്ളത്, പ്രാർത്ഥനയ്ക്ക് ചെയ്തതിനെ ഉള്ളവർ ആരാണ്, അവർ ആ സമയത്ത് പങ്കെടുത്താൽ മതി. കർത്താവ് ഈ നിമിഷം അനുഗ്രഹിക്കുന്ന സമയമാണ്. അടിപ്പണ പോലെ കർത്താവെ, വൈദാഘാതം പോലെ ദൈവമേ, നിൻ്റെ ദൈവികമായ ശക്തി അങ്ങയുടെ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. ഈശോ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടും. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാന ലോകത്തെല്ലായിടത്തും നടത്തിയിട്ടുള്ള വലിയ ധ്യാനങ്ങളിലൂടെ പ്രാർത്ഥിച്ച 10,000 ലക്ഷങ്ങളായിട്ട് മനുഷ്യർ അവരുടെ പ്രാർത്ഥനകളോട് ചേർത്തുകൊണ്ടാണ് ഈശോയെ ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്, വീടിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്, പരീക്ഷക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്, വരാൻ പോകുന്ന പരീക്ഷയിലിരിക്കുന്ന ഇനിയും വരാൻ പോകുന്ന വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ കൂടുതൽ പ്രയാസമുള്ള സബ്ജക്റ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇടയ്ക്ക് വിട്ടുപോയ സബ്ജക്റ്റ്, മനസ്സിലാകാത്ത സബ്ജക്റ്റുകൾ, പഠിച്ചിട്ട് തീരാത്ത, പക്ഷേ അയ്യോ അത് പഠിച്ചില്ല എന്ന് കൈയൊക്കെ കുടയുന്നില്ലേ, അങ്ങനെ വിട്ടുപോയ സബ്ജക്റ്റുകൾ പഠിച്ചത് തീരുമോ എന്നുള്ള പേടിയുള്ളവർ, അവരെല്ലാവരും ഇപ്പോൾ ആശ്രയിച്ച് അടിപ്പെടുന്ന പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി എൻ്റെ മക്കളുടെ മേൽ കർത്താവ് പതിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടും. കുഞ്ഞുങ്ങൾക്ക് ആത്മശക്തി പരിശുദ്ധാത്മാവിൻ്റെ ആത്മശക്തിയാൽ കുഞ്ഞുങ്ങളുടെ ഹൃദയം നിറയട്ടെ. ധൈര്യമായിട്ട് കഴിഞ്ഞ് ജയിച്ചു വന്നവൻ്റെ ആ ചങ്കൂറ്റം പോലെ പരീക്ഷയെ തോൽപ്പിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. കാര്യം അതിനെ തോൽപ്പിച്ച് നിങ്ങൾ വിജയം വരിക്കും. കാരണം നിങ്ങളുടെ വിജയം വരിക്കുന്ന കർത്താവ് നിങ്ങളുടെ കൂടെയാണ്. കാര്യം ഞങ്ങൾ ആയിരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എഴുതി വിട്ടാൽ മാത്രം മതി, ബാക്കി ദൈവം നോക്കിക്കൊള്ളും. കർത്താവിൻ്റെ കരുണ നിനക്ക് ആവശ്യിക്കട്ടെ. അമ്മയെ, പരിശുദ്ധമ്മേ, പ്രലോഭനങ്ങളെല്ലാം അതിജീവിച്ച കർത്താവിൻ്റെ ചൈതന്യം മക്കളിലേക്ക് കൊണ്ട് അതിജീവനത്തിൻ്റെ ചൈതന്യം, വിജയത്തിൻ്റെ ചൈതന്യം ഈ മക്കളിലേക്ക് ആവശ്യിക്കുന്നതിന് വേണ്ടി അമ്മ ഈ നിമിഷം, പരിശുദ്ധമായ നിമിഷം മധ്യസ്ഥം വഹിക്കട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകൾ, പഠനോപകരണങ്ങൾ, നിങ്ങളുടെ ആൻസർ ബുക്കുകൾ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഞാൻ ആസ്വദിക്കുന്നു. നിങ്ങളുടെ യാത്രകൾ, ആരെങ്കിലും എന്തെങ്കിലും ക്ഷീണങ്ങളോ രോഗങ്ങളോ പരീക്ഷ എഴുതാൻ പറ്റാത്ത വിധത്തിലുള്ള സങ്കടങ്ങളോ, അതുകൊണ്ട് മമ്മിയോട് നിലവിളിച്ച് കണ്ണീരോടെ മമ്മി ഞാൻ പോണില്ലെന്നൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ അച്ഛൻ പറയും, പോകാൻ പറ്റും, എൻ്റെ മക്കൾ പോകണം. കാര്യം അല്പം ആശ്വാസം പോകണം. ബാക്കി എന്താണ്, കർത്താവ് നിങ്ങളെ സഹായിക്കും. എന്നിട്ട് നിങ്ങളുടെ കൂടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടെന്നുള്ള ഓർമ്മ നിങ്ങൾക്കുണ്ടാകണം. അതുപോലെ തന്നെ എൻ്റെ മക്കളുടെ വീട്ടിൽ പപ്പായും മമ്മിയും ഒക്കെ
നിങ്ങളുടെ പ്രാർത്ഥനയിൽ, കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയിൽ പപ്പായും മമ്മിയെ ആശ്രയിച്ച് പ്രാർത്ഥിക്കണം. ആർക്കാണോ ആ വീട്ടിൽ പ്രാർത്ഥന സഹായമുള്ളത് കുഞ്ഞുങ്ങളെല്ലാം. കാര്യം കുഞ്ഞുങ്ങൾ അധികം തിന്മകളൊന്നും ഇല്ലാത്ത കുഞ്ഞുങ്ങളായതുകൊണ്ട് ഒത്തിരി വിശ്വാസം ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ബലമാണ്. അപ്പോൾ അതുകൊണ്ട് മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവ്, എൻ്റെ കുഞ്ഞുങ്ങളെ നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കർത്താവ് പൊറുതിമുട്ടിയിരിക്കുന്ന കുടുംബങ്ങൾ, പല പല വിഷയങ്ങൾ കൊണ്ട് മനോരോഗികൾ, ഡിപ്രഷനുള്ള രോഗികൾ, വയലൻ്റായിട്ടുള്ള പേഷ്യൻസുകൾ, അവരെ കൊണ്ട് പൊറുതിമുട്ടിയ മാതാപിതാക്കന്മാരെ നീ ഈ നിമിഷം സ്പർശിക്കണം. ആ മക്കളെ സ്പർശിക്കണം. ഇപ്പോൾ എവിടെയെങ്കിലും പോയി ഒളിച്ചാൽ മതി എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വീട് തന്നെ സങ്കടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. ഒരു പ്രാർത്ഥനയും ഏക്കാത്ത അത്രയും മുൾച്ചെടികളിൽ വീണ വിത്ത് പോലെ അനുഗ്രഹം കുടുങ്ങിക്കിടക്കുന്ന വീടുകളുണ്ട്. അവരെല്ലാം മാതാപിതാക്കന്മാരെ നീ ശക്തിപ്പെടുത്തണം കർത്താവേ. അവരെ നീ സാന്ത്വനപ്പെടുത്തണം കർത്താവേ. ഈശോ, അവരെ നീ ശക്തിപ്പെടുത്തണം കർത്താവേ. അവർക്ക് നീ ഒരു തുണ കൊടുക്കണം കർത്താവേ. അവർക്ക് വേറെ ആരും ഇല്ല, ആരും ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് മാത്രമേ ആശ്വസിപ്പിക്കാൻ പറ്റത്തുള്ളൂ. മനുഷ്യന് എല്ലാം പരിധികളുണ്ട്. അത് നമ്മുടെ കൂടെയായിരിക്കും, എത്ര കൂടെയായിരുന്നാലും അതൊക്കെ ഒരു ടൈം കഴിയുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കർത്താവെ, നീ മാത്രമേ ഉള്ളൂ, സങ്കടക്കാർക്ക് നീ മാത്രമേ ഉള്ളൂ. നീ പ്രത്യേകം ഓർത്ത് ഈ പ്രാർത്ഥന കൊണ്ട് അവരെ അനുഗ്രഹിക്കണം. അവർ പോകുന്ന ഇടങ്ങളെ അനുഗ്രഹിക്കണം, അവരുടെ ആശയങ്ങളെ അനുഗ്രഹിക്കണം, അവരുടെ ചിന്തകളെ അനുഗ്രഹിക്കണം, അത് നടപ്പിൽ വരുത്തുന്ന രീതി അനുഗ്രഹിക്കണം. അവരുടെ അത് അന്ത്യനിമിഷം വരെ അവരറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അവരംഗീകരിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ പ്രാർത്ഥന, ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയും ഇപ്പോഴുണ്ടാകുന്ന കടങ്ങൾ, ലക്ഷക്കണക്കിന് രൂപ ആവശ്യമുള്ളൊരു വ്യക്തിയാകാൻ നീ കർത്താവ്, നീ പലയിടത്ത് ചോദിച്ചിട്ടും പല കാര്യങ്ങൾ പറഞ്ഞു നീ അവരെ നിനക്ക് കിട്ടാത്തൊരവസ്ഥയാണെങ്കിൽ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് കർത്താവ് നിന്നെ സന്ധിക്കും. ഇന്ന് 19 മണിക്കൂർ നീ കുറിച്ചു വെക്കുക. അതിനുശേഷം നീ ആ 19 മണിക്കൂറാകാൻ വേണ്ടി പ്രാർത്ഥിച്ച് വിശുദ്ധരെ കാത്തിരിക്കുക. കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ 10 മണിക്കൂർ ഞാൻ ഓർക്കുമ്പോൾ നിങ്ങളിങ്ങനെ ടൈം എടുത്തിട്ട് വിടുതലിന് വേണ്ടി ടൈം എടുത്തവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ ഓരോ ദൗത്യങ്ങൾക്കും യാത്രയ്ക്കും പോകുന്നവർ എൻ്റെ സബലീകരണത്തിന് ഈശോനാമത്തെ ആശീർവദിക്കുന്നു. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഞാൻ പണ്ടേ എത്ര ക്ലാസ്സിലാണെന്നൊന്നും ഓർക്കുന്നില്ല, യാദൃശ സിദ്ധാന്തം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അല്ല 3-ാം ക്ലാസ്സിലൊക്കെ ആയിരിക്കും. സയൻസിൽ ആർക്കിമിഡീസാണ് അത് ചെയ്തത്. അയാളുടെ ചെമ്പിൽ കയറി വെള്ളം നിറച്ചിട്ട് ചെമ്പിൽ കയറി ഇരുന്നപ്പോൾ അങ്ങയുടെ ബോഡിയുടെ അത്രയും വെള്ളം പുറത്തേക്ക് പോയി. അപ്പോൾ അങ്ങ് യുറേക്ക ഇതൊക്കെ പറഞ്ഞ പുള്ളി കണ്ടുപിടിച്ചത്. എന്താ പുള്ളി കണ്ടുപിടിച്ചതെന്ന് അറിയാമോ? പുള്ളിയുടെ ആ പുറത്തേക്ക് പോയ വെള്ളത്തിന് വെയിറ്റിന് സമാനമാണ് പുള്ളിയുടെ ശരീരഭാരം.
പക്ഷേ അതല്ല, അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ആർക്കിമിഡീസ് പറഞ്ഞതായിട്ട് ഉള്ള ഒരു കാര്യം സെമിനാരി പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും നിങ്ങൾ. ഇപ്പം എന്ത് സംഭവം വെച്ചാൽ അയാൾ പറഞ്ഞത് give me a firm spot to stand, I will move the earth. അതായത് നിങ്ങൾ എനിക്ക് ഭൂമിയിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു സ്ഥലം താ, ഞാൻ ഈ ലോകത്തെ ചേഞ്ച് ചെയ്യാവുന്നു. ഈ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിൽ വന്ന ചിന്തയാണ്. കാര്യം ഉറച്ചു നിൽക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താ? വചനമാണിത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടില്ലേ, യോഹന്നാൻ 17:17 എന്താണ്? സത്യമായിട്ടുള്ള എന്താണ്? അങ്ങയുടെ വചനമാണല്ലോ സത്യം. അപ്പം യോഹന്നാൻ 17:17 നമുക്ക് റിലേ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് എന്താണ്? ഉറച്ചു നിൽക്കാൻ പറ്റുന്നത് സത്യമാണ്. ഹെരാക്ലിറ്റസ് പറഞ്ഞായിരുന്നേ, ഹെരാക്ലിറ്റസും അയാൾ ഗ്രീക്ക്, കർത്താവിന് മുമ്പ് എനിക്ക് പോണത് ഒരു 500 കൊല്ലം പറ്റിയാണ് ജനിച്ച ആളാണ് ഹെരാക്ലിറ്റസ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, യു കാനോട്ട് സ്റ്റെപ്പ് ഇൻ ടു എ സെയിം റിവർ ട്വൈസ്. നിങ്ങൾക്ക് ഒരു പുഴയിൽ എനിക്ക് 2 പ്രാവശ്യം കാലെടുത്ത് വെക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? ഇറ്റ് വിൽ മൂവ്. ആദ്യം കാലെടുത്ത് വെച്ച പുഴ ഒഴുകിപ്പോയെന്ന്, പിന്നെ നീ കാലെടുത്ത് വെക്കുമ്പോൾ അത് പുതിയ പുഴയാണ്. അയാൾ പറഞ്ഞ എല്ലാം ഇളക്കമാണ്. ഇളക്കം എന്ന് പറഞ്ഞത് തിളക്കം, അങ്ങനെയൊക്കെയുള്ളൊരു പ്രത്യേക പൊസിഷനാണ്. എല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പം മാറ്റമില്ലാത്തത് എന്താണ്? ലുക്ക 21:33 ആകാശവും ഭൂമിയും കടന്നു പോകും. മാറ്റമുണ്ട് ഇതിനെല്ലാം. അത് തന്നെ ഹെറാക്ലിറ്റസ് പറഞ്ഞത് ശരിയാണ്. മാറ്റമുണ്ട്, ആകാശത്തിന് മാറ്റമുണ്ട്. ആകാശം എന്ന് പറയുന്നത് എന്താണ്? ടൈം അല്ലേ? ആകാശത്തു നിന്നല്ലേ ടൈം എന്ന് പറയുന്നത്? ടൈം ഈസ് ദ മെഷർമെൻറ്റ് ഓഫ് മൂമെൻറ്റ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലെ ചലനങ്ങളുടെ ഒരു ഏകകമാണ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ്? ആ ടൈം, ആകാശം എന്ന് വെച്ചാൽ ആകാശം മാറുമെന്ന് വെച്ചാൽ ടൈം മാറും. പിന്നെന്താ? സ്പേസ്, ഭൂമി, എർത്ത്, അതും മാറും. എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല, എൻ്റെ വാക്കുകൾക്ക് മാറ്റമില്ല എന്നതാണ്. അത് തന്നെയാണ് എല്ലാവരും റിപ്പീറ്റ് ചെയ്യണം. ഈശോ 17:17 ഈ ലുക്ക 21:33 എൻ്റെ വാക്കുകൾക്ക് മാറ്റമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ 17:17 ഈശോ പറഞ്ഞത്. എന്താണ്? അങ്ങയുടെ വചനമാണല്ലോ സത്യം, ബാക്കിയെല്ലാം ചലനമാണ്. അയാൾ പറഞ്ഞത് ശരിയാണ്. വി കനോട്ട് സ്റ്റെപ്പ് ഇൻ ടു സെയിം റിവർ ട്വൈസ്. ഒക്കെ എല്ലാം മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പർമെനൈഡസ് പറഞ്ഞത്, അതുകൊണ്ടാണ് ആർക്കിമിഡീസ് പറഞ്ഞത്, എനിക്കൊരു സ്ഥലം, മാറ്റമില്ലാത്തൊരു സ്ഥലം താ. അപ്പോൾ നമ്മൾ വിശ്വാസിയെ സംബന്ധിച്ച് മാറ്റമില്ലാത്ത സ്ഥലം എന്താണ്? കർത്താവ് പറഞ്ഞ വചനമാണ്. വചനം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് വെള്ളപ്പൊക്കം ഉണ്ടാകാൻ ജീവിതത്തിൽ, മേ ബി ചിലപ്പോൾ കാറ്റടിക്കാം, മേ ബി കാറ്റടിച്ചു മഴ പെയ്യാം. അത് ആ വെള്ളം പാച്ചിരി വാഹനത്ത് ഇങ്ങനെ ആഞ്ഞടിക്കാം. പക്ഷെ വീണ് പോകാതിരിക്കണേ, അതിന് എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം അനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ വീണു പോകത്തില്ല. അതാണ് പാറയെന്ന് പറയത്തില്ലേ? ദൈവത്തെ പാറയെന്ന് പറയുന്നത് ദൈവവചനവും പാറയാണ്. അപ്പം എന്താ കാര്യം? 18 സങ്കീർത്തനം 18:2 എടുത്തേ. അങ്ങാണ് എന്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും. രക്ഷാശിലയാണ്. എന്നെ രക്ഷിക്കുന്ന കല്ലാണ്, പാറയാണ്. കയറി നിൽക്കുമ്പോൾ, പ്രളയം ഉണ്ടാകുമ്പോഴും ശത്രുക്കൾ വരുമ്പോഴും എനിക്ക് കയറി നിൽക്കാനുള്ള പാറയാണ് അങ്ങ്, കുലുങ്ങാത്ത പാറ. ഈശോ പറഞ്ഞത് എന്താണ്? 7:24-25 മത്തായി സുവിശേഷം. എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത. അതാണ് പാറ. ആ പാറയാണ്. പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. അപ്പൊ വചനം പാലിക്കുന്നത് ഒരു വിവേകപരമായ നടപടിക്രമമാണ്. വചനം പാലിക്കാത്ത ബുദ്ധിത്തരം എന്നാണ് പറയണത്. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ക്ലേശങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഒഴിവാക്കി, നിങ്ങൾ ആരെങ്കിലും അവഗണിച്ചു,
നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ തന്നെ കുഴപ്പം കൊണ്ട് നിങ്ങൾ തോറ്റു, അയ്യോ അതങ്ങനെ ചെയ്താൽ മതിയായിരുന്നല്ലോ, മണ്ടത്തരമാണ്, അയ്യോ മൈ പുവർ ഇൻ്റലക്റ്റ്, മൈ പുവർ മെമ്മറി, ഇങ്ങനെയൊക്കെ എൻ്റെ വീഴ അടിക്കേണ്ട കാര്യമില്ല. നമ്മൾ മനുഷ്യരാകും, ചിലപ്പോൾ തെറ്റുപോകും, ചിലപ്പോൾ സാഹചര്യ സമ്മർദ്ദമാകും, ചിലപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ ഒരു നമ്മുടെ ഒരു രീതി ഉണ്ടല്ലോ, അതനുസരിച്ച് ചിലപ്പോൾ അത് ഒത്തുവന്ന് കാണുകയില്ല. അതുകൊണ്ട് നമുക്കൊരു ഇളിപ്യത തോന്നും. അതൊന്നും ഇങ്ങനെ ഇളിപ്പിരായിട്ട് എപ്പോഴും ഇളിപ്പിനാണ്, ഞാനങ്ങനെ ചെയ്തു പോയി, അത് അന്ന് ചെയ്താൽ മതിയായിരുന്ന, അന്ന് പഠിച്ചാൽ മതിയായിരുന്നല്ല, അന്ന് അപ്പം പറഞ്ഞ കേട്ടാൽ മതിയായിരുന്നല്ല, അന്ന് ആ പാസ്പോർട്ട് എടുത്താൽ മതിയായിരുന്നല്ല, അങ്ങനെ പറഞ്ഞുകൊണ്ട് പരിദേവനം ചെയ്ത് പറയേണ്ട ഒരു കാര്യമില്ല. എന്ന് വെച്ചാൽ വൺസ് ഇറ്റ് ഈസ് ഹാപ്പൻ ഫോർ എവർ. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ ഉള്ളത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ശിഷ്ടകാലങ്ങൾ ഉറപ്പായിട്ട് കർത്താവിൻ്റെ വചനം ഉറച്ചു നിൽക്കാൻ പറ്റിയ പാറ, അതനുസരിച്ച് അങ്ങോട്ട് ജീവിക്കാൻ നോക്കുക. ബാക്കി ദൈവം നോക്കട്ടെ. ദൈവം നോക്കുന്നുള്ള കാര്യം വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. കാണാൻ പോകുന്ന പൂരം പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കൃപാസനത്തിൻ്റെ സാക്ഷികൾ കേട്ടാൽ മതി. ഓക്കെ, താങ്ക് യു. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക. അവൻ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി. അവന്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവന്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? നോക്കിയിട്ട് അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്. അവർ മരങ്ങളെ പോലിരിക്കുന്നു. നടക്കുന്നതായും കാണുന്നു. അപ്പൊ ഇവന്റെ ഒന്നാം കാഴ്ച എന്ന് വെച്ചാൽ ഇവന്റെ കണ്ണുകളിലെ, ഈ അന്ധന്റെ കണ്ണുകളിലെ, ഇവൻ ജന്മനാന്തനൊന്നും അല്ലെന്ന് തോന്നണം. എന്താ കാര്യം? ഇയാൾ മരത്തെ കാണുന്നുണ്ടെന്ന്, മരത്തെ അയാൾ കാണുന്നുണ്ടല്ലോ. പണ്ട് ഇയാൾ മരത്തെ കണ്ടിട്ടുണ്ടെന്ന് അർത്ഥം. ഏതോ കാലത്ത് വെച്ച് കാഴ്ച പോയ ആളാണ്. മരത്തെയൊക്കെ വെച്ചൊക്കെ പുള്ളിക്ക് അറിയാം ശരിക്കും. അപ്പോൾ അയാൾ ആദ്യത്തെ കാഴ്ച കർത്താവ് തുപ്പൽ തൊട്ട് ഇവൻ്റെ കണ്ണിൽ വെച്ച്, അത് ഒരു പാരമ്പര്യ ചികിത്സയാണ്. പാരമ്പര്യ ചികിത്സ എന്ന് വെച്ചാൽ അന്നത്തെ ആൾക്കാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന, ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധാരണ നാട്ടുമരുന്നില്ല, വീട്ടുമരുന്നതൊക്കെ പറഞ്ഞ പോലെ ഒരു പാരമ്പര്യ പരിപാടിയാണ് അത്. കർത്താവ് ഇവന് വേണ്ടി എന്തോ ചെയ്യുന്നു. അതാണ് ടൈലറിൻ്റെയൊക്കെ ഭയങ്കര വ്യാഖ്യാനങ്ങളുണ്ട് ഇതിനെക്കുറിച്ച്. കർത്താവ് ഇവന് വേണ്ടി എന്തോ ചെയ്യുന്നു എന്നുള്ള അവനെ ബോധ്യപ്പെടുത്തുന്നതല്ല. അവർ ഈ കയ്യപ്പ് പ്രാർത്ഥനയും കർത്താവിൻ്റെ കാഴ്ചപ്പെടുത്തലൊന്നും ദൈവിക പ്രവർത്തനത്തെക്കുറിച്ചൊന്നും ഹീ ഡസൻ നോ എനിത്തിങ്. അതൊക്കെ മുമ്പ് മറ്റ് പ്രവർത്തനങ്ങൾ അത്രയ്ക്ക് അർത്ഥവത്തല്ലെന്ന് ഇവനെ ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ മറ്റ് മീഡിയംസ് ഉപയോഗിക്കണം. അതിന് കർത്താവ് മറ്റ് മീഡിയംസ് ഉപയോഗിച്ചിട്ട് ഇവനെ ഹീൽ ചെയ്യാൻ ഇവനെ ബോധ്യപ്പെടുത്തുകയാണ്. പക്ഷെ അവൻ പറയുന്നത് കാണുന്നുണ്ട്. പക്ഷേ എന്താ കാണുന്നത്? ഞാൻ മനുഷ്യരൊക്കെ തന്നെ കാണുന്നത്, പക്ഷേ എല്ലാം എങ്ങനെ ഇരിക്കണേ? മരങ്ങളെപ്പോലെ ഇരിക്കണം എന്നാണ് പറയണം. മരങ്ങളെപ്പോലെ ഇരിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈശോ തുപ്പലൊന്നുമില്ലാതെ ഡയറക്റ്റായിട്ട് കർത്താവിൻ്റെ ശക്തിമുദ്ര അവൻ്റെ കണ്ണുകളിൽ കൈവച്ചിട്ട് പ്രാർത്ഥിക്കും. എന്നിട്ട് പറയും, നീ കണ്ണ് തുറന്നതെന്ന് പറയുമ്പോൾ ഞാനിപ്പോഴെല്ലാം അവൻ പറയും, എന്താ പറയണത്? വ്യക്തമായി കാണുന്നുണ്ടെന്ന് പറയും. അപ്പോഴാണ് ഇവൻ പറയണത്, ഇനിയും കാഴ്ചകൾ നീ കാണും. കാര്യം എന്താ? ഇതൊരു പ്രോസസ്സാണ്. ഇനിയും പ്രോസസ്സാണ്. ഇപ്പം അച്ഛൻ കാഴ്ച കണ്ടില്ലേ? തുപ്പലും വെള്ളമായിട്ട് അച്ഛനെ മോന്തക്കിട്ട് എറിഞ്ഞപ്പോഴേ അത് കുഞ്ഞാണ്. പക്ഷേ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ എന്താ പറയണത്? അത് ഉണ്ണീശോ അങ്ങനെ കുഞ്ഞും പ്രായത്തിൽ ചെയ്ത പോലെ എനിക്ക് തോന്നിയെന്ന്. അച്ഛൻ ആ കുഞ്ഞിനെ സാന്ത്വനപ്പെടുത്തിയെന്ന്. അതാണ് മൂന്നാം കാഴ്ച. നമ്മളെ ഉപദ്രവിക്കുന്നവരെ ക്രിസ്തുവായിട്ട് കാണുന്നൊരു മൂന്നാം കാഴ്ചയുണ്ട്. ഉടമ്പടി എന്ന് പറഞ്ഞ് ഗ്രാമത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കാഴ്ചയൊന്നും കാണാൻ പറ്റത്തില്ല. ഗ്രാമത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഗ്രാമം പഴയ സാധനമാണ്. അവിടെ നമ്മളെ വീണ്ടും തന്നതുപോലും ഇല്ലായ്മയായിട്ടേ അവർ പറയത്തുള്ളൂ. അതുകൊണ്ടാണ് നിൻ്റെ അനുഭവങ്ങളെ ഒരിക്കലും പന്നികളുടെ മുമ്പിൽ വിതരരുതെന്ന് പറയും. അതാണ് പ്രശ്നം. ഗ്രാമത്തിൽ പന്നി ഉണ്ടല്ല. കർത്താവിനെ അറിയാത്തവരും ഉദരം തന്നെ ദൈവമായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് വേറെ ഒന്നും മനസ്സിലാകത്തില്ല. ബുദ്ധിയും യുക്തിയും മാത്രമേ ഉള്ളൂ ലോകത്തെന്ന് പറഞ്ഞിരിക്കുന്നവർ. ബുദ്ധി തന്നെ ദൈവമായിട്ടുള്ളവരുണ്ട്. അവർക്ക് ദൈവത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാവത്തില്ല. അപ്പം അതുകൊണ്ടാണ് പറയണത്, ഇങ്ങനെയുള്ളവരുമായിട്ട് ആവശ്യമില്ലാത്ത തർക്കിക്കാനൊന്നും പോകണ്ടെന്നാണ് പറയണത്. എന്താ കാര്യം? നീയും നിൻ്റെ ദൈവവും ദൈവാനുഭവങ്ങളും അതേക്കുറിച്ച് നിനക്ക് ബോധ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ബോധ്യത്തിൽ നീ എന്താ ചെയ്യേണ്ടത്? വളരണം.
ബോധ്യത്തിൽ വളരണം. അപ്പം ഈശോ വളരെ കൃത്യമായ രീതിയിലാണ് പറയുന്നത്. അതായത് നമ്മുടെ വളർച്ച എന്ന് പറയണത് മറ്റ് വ്യക്തികളിലെ, പ്രത്യേകിച്ച് പണ്ട് നമ്മളെ വേദനിപ്പിക്കുകയും നമ്മൾ കേൾക്കുമ്പോൾ വേദനയും ബുദ്ധിമുട്ടും വെറുപ്പും വൈരാഗ്യവും അമർഷവും തോന്നിയിരുന്ന സ്ഥാനത്ത് ദയയും നന്മയും വിശ്വസ്തതയും ആത്മസമയം പോലെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ പ്രചോദിപ്പിക്കപ്പെടുന്ന ഒരു പെരുമാറ്റ ശൈലി രൂപീകരിച്ച് തോന്നിക്കഴിഞ്ഞാൽ നീ 3-ാം കാഴ്ചയിലായി. ഉടമ്പടിയുടെ 3-ാം കാഴ്ച അതാണ്. ഗ്രാമത്തിൽ പ്രവേശിക്കരുതെന്ന് പറയുമ്പോഴേ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് ദൈവത്തിൻ്റെ അരൂപിൽ ജീവിക്കണമെന്നാണ്, ജീവിതം തുടരണമെന്നാണ്. അല്ലാതെ 90 ദിവസം കഴിഞ്ഞു ഞാൻ എൻ്റെ ഉടമ്പടി അവസാനിച്ചു ഇനി അച്ഛനെ കണ്ടാൽ മാത്രം മതി എന്ന് പറയരുത്. ഉടമ്പടി അതുക്കും മേലെയാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയെ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം ആരാധന ആരാധന. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഓരോ മക്കളെയും ഉയർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ പ്രത്യേകമായിട്ട് നമുക്ക് ദൈവപിതാവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കാം. മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനും ശക്തീകരിക്കാനും ആവശ്യമായിട്ടുള്ള വചനങ്ങൾ അച്ഛൻ്റെ ശുശ്രൂഷയിലൂടെ നൽകപ്പെടുവാനും അത് സ്വീകരിക്കുന്ന ഞങ്ങളിൽ ആന്തരികമായ വലിയ ചലനങ്ങളുണ്ടാക്കി ഞങ്ങളെ പുതിയ സൃഷ്ടികളാക്കി രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. കൃപാസനത്തിൻ്റെ ആത്മീയ, സാമൂഹിക, സാംസ്കാരിക, ലിറ്റററി എല്ലാ മേഖലകളെയും നമുക്ക് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ലോകത്തിന് കൊടുക്കുവാനുള്ള എല്ലാ ശുശ്രൂഷ മേഖലകളിലും ഈശോയെ ആത്മാവിൻ്റെ വലിയ കയ്യൊപ്പുണ്ടാകുവാനും ഞങ്ങൾ തുടങ്ങി വച്ചിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും ഈശോയെ വിജയത്തിലെത്തിക്കണമേ എന്ന് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഈ ധ്യാനത്തിൻ്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ആലയത്തിൽ ഈ സമയം ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ മക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ മധ്യസ്ഥ പ്രാർത്ഥനയിലായിരിക്കുന്നവർ, ഗാന ശുശ്രൂഷയിലായിരിക്കുന്നവർ, മീഡിയയിലായിരിക്കുന്നവർ, ക്യാമറ കൈകാര്യം ചെയ്യുന്നവർ, സൗണ്ട് കൈകാര്യം ചെയ്യുന്നവർ എല്ലാവരെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ എല്ലാ ഭൗതിക സംവിധാനങ്ങളെയും നിൻ്റെ ആത്മാവ് വന്ന് നിറയാനുള്ള ചാലകങ്ങളാക്കി മാറ്റണമേ എന്ന് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ ദൈവമക്കളുടെയും നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളെ ഉയർത്തി ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ വചനം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ അന്തരംഗങ്ങളെ ഒരുക്കണമേ. ആത്മാവിന്റെ ശക്തി ഈശോയെ ആലയത്തിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ അറിഞ്ഞ് അനുഭവിച്ച് സ്നേഹിച്ച് ആരാധിക്കുവാൻ ഈ ആരാധന മണിക്കൂറിൽ ഞങ്ങൾക്ക് പ്രത്യേകമായ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ അതിർത്തികൾ വരെ നിനക്ക് സുവിശേഷം, നിന്റെ സുവിശേഷത്തിന് സാക്ഷി നൽകുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന, മഹത്വം കർത്താവേ. നാളിതുവരെ നൽകിയ എല്ലാ കൃപകൾക്കും നന്ദി കർത്താവേ.
ഉടമ്പടിയിൽ ജീവിതത്തിൽ ലഭിച്ച നന്മകൾക്ക് നന്ദി കർത്താവേ, സൗഖ്യത്തിന് നന്ദി കർത്താവേ, സമാധാനത്തിന് നന്ദി കർത്താവേ, ജീവിത പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് നന്ദി കർത്താവേ, പരീക്ഷകൾ വിജയിപ്പിച്ചതിന് നന്ദി കർത്താവേ, കോടതി വ്യവഹാരങ്ങൾ തീർത്തു നൽകിയതിന് നന്ദി കർത്താവേ. ഹല്ലേലൂയ, സ്തുതി കർത്താവേ, ആരാധന ആരാധന മഹത്വം സ്തുതി കൈകൾ വീശി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തുതി കർത്താവേ, ആരാധന മഹത്വം കർത്താവേ. കർത്താവേ, ശരണപ്പെട്ട് അണഞ്ഞിരിക്കുന്ന ഓരോരുത്തരെയും കൃപയാൽ അവിടുന്ന് അനുഗ്രഹിക്കണമേ. രോഗങ്ങൾക്ക് സൗഖ്യം നൽകണമേ, ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കണമേ, സങ്കടങ്ങളെ അകറ്റണമേ, പരീക്ഷകൾക്ക് വിജയം നൽകണമേ, തടസ്സങ്ങൾ മാറ്റണമേ, മക്കളെ നൽകി അനുഗ്രഹിക്കണമേ, തടസ്സങ്ങൾ മാറ്റണമേ, വിദേശത്ത് പോകുവാനുള്ള വഴികൾ തുറന്നു കൊടുക്കണമേ, കോടതി വ്യവഹാരങ്ങൾക്ക് പരിഹാരം നൽകണമേ, ഓപ്പറേഷന് വിജയം നൽകണമേ, പാപ്പയെ സൗഖ്യപ്പെടുത്തണമേ. കർത്താവേ, അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന പ്രാർത്ഥന കരുണയാൽ സ്വീകരിക്കണമേ. ഹല്ലേലൂയ, സ്തുതി കർത്താവേ, ആരാധന 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 കർത്താവേ, മഹത്വം കർത്താവേ, സ്തുതി കർത്താവേ, ആരാധന മഹത്വം സ്തുതി. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും